അൾസിമേഴ്സ് അധികരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പഴയ കാലത്ത് ലോഹപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയേയില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തിനാണ്? കളിമൺ പാത്രങ്ങളിൽ. ലോഹപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയ പുതിയ കാലഘട്ടത്തിലാണ് അൾസിമേഴ്സ് അധികരിച്ചത്. അപ്പോൾ അൾസിമേഴ്സ് ഒരു വലിയ രോഗം, വല്ലാത്ത രോഗമാണ്. ഇപ്പോൾ നാടാകെ പടർന്ന് പിടിക്കുന്ന രോഗം. അടിസ്ഥാന എന്തുകൊണ്ട്? നാച്ചുറലായി നമുക്കുണ്ടായിരുന്ന പലരും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സമയത്തിനനുസരിച്ച് അതിലെ പ്രോട്ടീൻ ഓക്സിഡേഷൻ വളരെ ശക്തമാവും. ഈ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ പ്രോട്ടീനുകൾ കുടലിലെത്തുമ്പോൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ബിഫിഡോ ബാക്ടീരിയം പോലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ എണ്ണം വൻതോതിൽ കുറയും. പുണ്ണ് സർവ്വസാധാരണയായി നമ്മളെ നാട്ടിലുള്ളതാണ്. പുണ്ണ് എല്ലാവർക്കും പുണ്ണ് ഇത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ പുണ്ണ് സാധാരണയായി ആളുകൾക്ക് പുണ്ണ് വരിക എന്തുകൊണ്ടാണ്? കുടലിൻ്റെ ശക്തി ക്ഷയിച്ചു, നീ ക്ഷയിപ്പിച്ചു. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പുണ്ണിനുള്ള ഗുളിക വാങ്ങി കുടിക്കും. അത് അടുത്തൊരു കെമിക്കലാണ്. ദഹനക്കേടുണ്ടാവും. ഓക്സിഡേഷൻ സംഭവിച്ച പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിലെ ദഹനരസങ്ങൾക്ക് സാധിക്കില്ല. ഇത് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവ ഉണ്ടാക്കും. അപ്പം മലബന്ധം പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണം ദീർഘനേരം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ വെറും ഒരു ചവറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഈ കഴിഞ്ഞ 2025 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. ഭക്ഷണത്തിന് പ്രകൃതിദത്തമായ രുചിയും മണവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ രുചിയും മണവും അതിലുള്ള വളരെ വലിയ ശരീരത്തിന് ഗുണകരമായ സാധനങ്ങളാണ്. ഈ രുചി മണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഭക്ഷണം ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന മണമല്ല. ഒരു വല്ലാത്ത സുഗന്ധമുണ്ടാവും. ഈ സുഗന്ധം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നഷ്ടപ്പെട്ടു പോകും. അതതിൻ്റെ ഇതിലുള്ള പോഷകങ്ങളാണ്. ആ മണവും രുചിയൊക്കെ ആ രുചി വ്യത്യാസമുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും അങ്ങനെയല്ലേ ഫ്രിഡ്ജിൽ വെക്കുന്ന എന്തിന് പാകം ചെയ്യേണ്ട. ഇപ്പോൾ കുറച്ച് ആളുകൾ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മളെ കുറച്ച് സഹോദരങ്ങൾ എനിക്ക് കുറച്ച് മീൻ കൊടുക്കുന്നു, നമ്മളെ കുട്ടികൾ. അപ്പോൾ ഞാൻ അവരെന്നോട് പറഞ്ഞു, സത്യം ഫ്രിഡ്ജിൽ വെക്കാതെ പിന്നെ പെട്ടെന്ന് ആക്കാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ഇത് അവർ കൊണ്ടുവരുന്ന് തരുന്നത് ശനിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നന്നായി. കാരണം എന്തുകൊണ്ട്? ഞായറാഴ്ചയാണ്, നമ്മൾ ഹിഫ്ള് പഠിക്കുന്ന പെൺകുട്ടികളും നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒരു മീൻ ബിരിയാണി വെക്കാം. വെച്ചു, കഴിച്ചു. എന്താ പറഞ്ഞത്? അതായത് പച്ച മീൻ, മനസ്സിലല്ലേ പറഞ്ഞ ഫ്രഷ് മത്സ്യം. ഈ ഫ്രഷ് മത്സ്യത്തെ പാകം ചെയ്യാതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ പോലും അതിൻ്റെ ഗുണം ഗുണം നഷ്ടപ്പെട്ടു. ഇവർ ഈ പരപ്പനങ്ങാടി നിന്നൊക്കെ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ചെയ്യുന്നത്? അങ്ങനെ അതായത് മത്സ്യം മരിച്ചിട്ടുണ്ടെങ്കിലും പോഷകങ്ങൾ മരിച്ചിട്ടില്ല. കാരണം അവർ രാവിലെ പോയിട്ട് കടലിൽ പോയി കിട്ടുന്ന ആ മത്സ്യം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തരിക. ഞാൻ പലപ്പോഴും ഇവിടെ പോയിട്ട് മത്സ്യം വാങ്ങും, കാപ്പാട്. അവിടെ നമ്മൾ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ നല്ല മത്സ്യം വരുന്ന ദിവസം അവർ നമ്മളോട് പറയും. ചിലപ്പോൾ വഞ്ചിക്കാര മത്സ്യങ്ങളുണ്ടാവും. ഞാനത് ഈ തണുപ്പുള്ള സമയത്ത്, മഴയുള്ള സമയത്തൊക്കെ കാപ്പാട് പോകൽ എനിക്കൊരിഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാപ്പാട് പോകണമല്ലോ എന്നിങ്ങനെ വരും. എന്തുകൊണ്ട്? നല്ല ഫ്രഷ് മത്സ്യം കിട്ടും. ആ ഫ്രഷ് മത്സ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ കറി വെക്കേ അതൊരു ഭക്ഷണമാക്കി ചെയ്താൽ വല്ലാത്തൊരു ഹാലുണ്ടായത്, വല്ലാത്തൊരു രുചിയും വല്ലാത്തൊരു അനുഭവമുണ്ട്. അതേസമയം അത് ഈ സാധനം ഒരാഴ്ച നമ്മൾ ഈ മത്സ്യം വേവിക്കാതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ തന്നെ ആ രുചി പിന്നെ അതിന് ഇല്ല. അല്ലേ? സത്യല്ലേ? നിനക്കറിയാലോ, ഇപ്പം നീ ഫുഡുമായി ബന്ധപ്പെട്ട ഒരാളാണ്, അറിയാം. ഇതെന്താ മനസ്സിലാക്കാത്തത്? വേവിച്ച ഭക്ഷണത്തിൻ്റെ വേവിക്കാത്ത സാധനം തന്നെ നാച്ചുറൽ ഫിഷ്. ഈ നാച്ചുറൽ ഫിഷ് നീ എന്തില്ല പാകം ചെയ്തിട്ടില്ല. ആ ഫിഷ് പോലും നീ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ തലേന്നുള്ള ആ ഒരു ഗന്ധമോ ഒന്നും അതിൽ ഇല്ല, ഒന്നും ഉണ്ടാവില്ല. സത്യത്തിൽ എന്താണ് ഈ ഗന്ധവും രുചിയും? അതിൻ്റെ വൈറ്റമിൻസാണ്, അതിൻ്റെ ഉള്ളിലടങ്ങിയ പോഷകങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു പോയി. എവിടെ നഷ്ടപ്പെട്ടു? അത് വേറൊരു ലോകമാണ്. വേറൊരു ഫ്രിഡ്ജ് വേറെ ലോകമാണ്. അത് വളരെ ടൈറ്റായിട്ട് അടക്കുക ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഹ്യൂമിഡിറ്റിയും അവിടുത്തെ ഹ്യൂമിഡിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്, വളരെ വലിയ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സിസ്റ്റം രണ്ടാണ്. അപ്പോൾ കൊടുത്തതുപോലെ അത് തിരിച്ചു വരൂല. ഭക്ഷണത്തിൻ്റെ രുചി, ഗന്ധം, അതിൻ്റെ വാസന
ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ ആ പഴയ നാച്ചുറൽ സുഗന്ധം ഉണ്ടാവില്ല. എത്ര നല്ല സുഗന്ധമുള്ള ഭക്ഷണമാണെങ്കിലും ആ സുഗന്ധം പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നതോടുകൂടെ നഷ്ടപ്പെട്ടു. ആ പോഷകങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഭക്ഷണത്തിന് പ്രകൃതിദത്തമായ രുചിയും മണവും നൽകുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫ്രിഡ്ജിലെ അന്തരീക്ഷത്തിൽ ബാഷ്പീകരിച്ചു പോകും. ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഫ്രിഡ്ജിലുള്ള വായു വളരെ വരണ്ടതാണ്. ഇത് ഭക്ഷണത്തിൻ്റെ സ്വാഭാവികമായ ഈർപ്പത്തെ വലിച്ചെടുക്കും. അതായത് വരണ്ട ഒരു വായു അന്തരീക്ഷമാണ് എവിടെ ഉള്ളത്? ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്രിഡ്ജ് എന്ത് ചെയ്യുന്നത്? ഫ്രിഡ്ജിന് ഏറ്റവും കൂടുതൽ തണുപ്പ് വേണം. അപ്പോൾ എവിടെയൊക്കെ ഈർപ്പുണ്ടോ ആ ഈർപ്പത്തെ മുഴുവനും ഈ ഫ്രിഡ്ജ് സ്വയം വലിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഭക്ഷണത്തിലുണ്ടായിരുന്ന നാച്ചുറലായ മോയ്സ്ചർ എന്ന് പറയും, അതിൻ്റെ ശീതളമായ അവസ്ഥ, ആ ശീതളമായ അവസ്ഥ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നഷ്ടപ്പെട്ടു. അതാണ് ഡീഹൈഡ്രേഷൻ. ഈ ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ കട്ടിയുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതുമാവും. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി ഇതിലുണ്ടായിരുന്ന ആ ശീതളമായ അവസ്ഥ, അതിലുണ്ടായിരുന്ന എന്താ പറയുക, ആ പശ, ഇതൊന്നും ഇപ്പോൾ അതിൽ ഇല്ല. അതൊക്കെ ഫ്രിഡ്ജ് വലിച്ചെടുത്തു. ഫ്രിഡ്ജ് കിട്ടുന്ന ഈർപ്പങ്ങളെ മുഴുവനും ഫ്രിഡ്ജ് വലിച്ചെടുക്കും. കാരണം ഫ്രിഡ്ജിന് എപ്പോഴും തണുത്തതായി നിലനിൽക്കണം. അപ്പോൾ എവിടുന്ന് തണുപ്പ് കിട്ടുമോ ഒക്കെ എടുക്കും. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഉള്ളിലുള്ള ഈ മോയ്സ്ചർ, അതായത് ഈ ശീതളമായ ഈ അവസ്ഥ ഉണ്ട്, ഈ അവസ്ഥയെ ആരെടുക്കും? ഭക്ഷണം. പിന്നെ അതിന് ചത്തതാണ്, ഒന്നുമില്ല. അതുകൊണ്ടുള്ള പ്രശ്നം പിന്നെ ചൂടാക്കുമ്പോൾ പഴയതുപോലെ ചവച്ചാൽ മതിയാകൂല, പഴയതുപോലെ ഇത് ദഹിക്കുകയില്ല. എന്നാൽ നല്ല ഭക്ഷണം വയറ്റിലെത്തിയ ദഹിക്കും 1.5 മണിക്കൂർ. ഒരു ഭക്ഷണം 1.5 മണിക്കൂർ കൊണ്ട് ദഹിക്കും. അതേസമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയ ഭക്ഷണം അങ്ങനെ ദഹിക്കൂല. മാത്രമല്ല വേസ്റ്റ് വൻകുടയിൽ അടിഞ്ഞു കിടക്കും. ഞാൻ പറഞ്ഞുതരാം. ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ആധുനിക ശാസ്ത്രം ഇതിനെ പോഷകങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആയുർവേദം ഇതിനെ അതിൻ്റെ ലൈഫ് ഫോഴ്സ്, അതായത് അതിൻ്റെ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ആയുർവേദം പറയുക. അപ്പോൾ ഡെഡ് ഫുഡാണ്. അതായത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞ ഡെഡ് ഫുഡാണ്. അവരുടെ കാലത്ത് ഡെഡ് ഫുഡില്ല. അവരുടെ കാലത്ത് ഡെഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എത്രയോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു 2 ആഴ്ചക്ക് അങ്ങനെ കിടക്കുമ്പോൾ അതാണ് ഡെഡ് ഫുഡ്. ഇന്ന് ഒരു ഡെഡ് ഫുഡ് എവിടെ? വീട്ടിൽ വെച്ച സാധനം ഫ്രഷായി ഫ്രിഡ്ജിൽ കയറ്റുന്നതോടുകൂടെ തന്നെ പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് അത് എന്തായി മാറി? ഡെഡ് ഫുഡായി, ചത്ത ഭക്ഷണം, പ്രാണൻ പോയി. ഇത് ഉന്മേഷക്കുറവുണ്ടാക്കി. ഇത് കഴിക്കുമ്പോൾ ഉന്മേഷക്കുറവുണ്ടാവും, ദഹനക്കേടുണ്ടാവും. അപ്പോൾ ഈ അൾസിമേഴ്സ് എന്ന രോഗം നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. കാരണം ഭക്ഷണത്തിലെ മാറ്റം, ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളിലെ മാറ്റം, ഭക്ഷണത്തിലെ മാറ്റമൊക്കെ ആണ് ആൾസിമേഴ്സിന് അടിസ്ഥാനപരമായ കാരണം. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഈ ആൾസിമേഴ്സിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. ഒരു പ്രധാനപ്പെട്ട കാരണം ലോഹപാത്രങ്ങളിലുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ്. ഈ ലോഹാംശങ്ങൾ എന്തിൽ കയറും? ഭക്ഷണത്തിൽ കയറും. ലോഹപാത്രങ്ങൾ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അൾസിമേഴ്സ് അധികരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പഴയ കാലത്ത് ലോഹപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയേയില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തിലാണ്? കളിമൺ പാത്രങ്ങളിൽ. ലോഹപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയ പുതിയ കാലഘട്ടത്തിലാണ് അൾസിമേഴ്സ് അധികരിച്ചത്. അൾസിമേഴ്സ് എന്നുള്ള ഒരു വലിയ രോഗം, വല്ലാത്ത രോഗമാണ്. ഇപ്പോൾ നാടാകെ പടർന്നു പിടിക്കാൻ രോഗം. അടിസ്ഥാന എന്തുകൊണ്ട്? നാച്ചുറലായി നമുക്കുണ്ടായിരുന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതെൻ്റെ പ്രശ്നം. ഞാൻ ഭാഗത്തേക്ക് വരാം, പറയാൻ വേണ്ടി ഞാൻ വരിക. വഗേനിയൻ യൂണിവേഴ്സിറ്റി, നെതർലാൻഡിലെ വഗേനിയൻ യൂണിവേഴ്സിറ്റി എന്താ പറയുക, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ ഇത്തരം ഭക്ഷണങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്സിഡൈസ്ഡ് പ്രോട്ടീനുകൾ മനുഷ്യൻ്റെ കുടലിലെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് ഇൻഫ്ലമേഷൻ, അതായത് കുടലിനുള്ളിൽ വീക്കമുണ്ടാക്കും. അതായത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ വരും കുടലുകൾക്ക്. കുടലിൽ നീര് കെട്ടി വീർക്കുക. ഈ നീര് വീക്കം കുടലിൻ്റെ ശേഷി നശിപ്പിക്കും.
അതിന് എന്നെ എന്താ പറയുക, ഡൈജഷൻ്റെ ശക്തി ഇല്ലാതാക്കും. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കാരണം എന്താ, വയറ് വീർക്കുക. ഇപ്പം ഈ വയറ് വീർത്തവർ ഈ അടുത്ത കാലത്താണല്ലോ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. പണ്ട് കാലത്തെ ആളുകൾക്ക് ഇങ്ങനെ വയറ് വീർക്കുന്നില്ലല്ലോ. പണ്ട് കാലത്തെ ആളുകൾ ജിമ്മിൽ പോയിട്ട് വയറ് വീർക്ക് പറയടൂ, ജിമ്മെന്ന സംഭവം ഉണ്ടോ പണ്ട്? ഇപ്പം നമ്മൾ വയറ് കുറക്കാൻ വേണ്ടി എവിടെ പോവാണ്? ജിമ്മിൽ. ഇങ്ങനെ ഉണ്ടോ പണ്ട്? എന്തുകൊണ്ട്? വയറങ്ങനെ കൂട്ടുന്ന ഈ കുടലിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാധനം അവർ കഴിക്കുന്നില്ല. അപ്പൊ ഈ കുടൽ വലുതായി. മനസ്സിലായി? ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്ന ദോഷങ്ങളാണ്. ഫ്രിഡ്ജ് വീട്ടിൽ പുറത്തിറക്കണം, ഒഴിവാക്കണം സാധനം. ഫ്രിഡ്ജ് ഒഴിവാക്കാൻ വേണം. വിചാരിച്ച കഴിയും. എൻ്റെ കയ്യില് ഫ്രിഡ്ജ് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ ഇല്ലേ? പറയും. വേണമെങ്കിൽ പാറക്കുട്ടി കഴിയൂലേ? കഴിയാതെ ഫ്രിഡ്ജ് ഉറപ്പായിട്ട് കഴിയും. പക്ഷെ എന്ത് വേണമെന്ന് ദിവസം മാർക്കറ്റിൽ പോവാം, ഇല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഒപ്പിക്കുക. എന്നും ഇറച്ചി വേണ്ട, എന്നും മീനും വേണ്ട. ഇനി മീനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ പരിധി. അപ്പോൾ അന്ന് വാങ്ങാനുള്ള മീൻ വാങ്ങുക, അത് കറി വെക്കുക. നാളെ വന്നിട്ടില്ലെങ്കിൽ നാളെ മീൻ വേണ്ട. ഇന്നിപ്പം എന്നും അല്ലേ? അങ്ങനെയല്ലേ? പഴയ കാലത്ത് ഇന്നൊരു മീൻകാരൻ വല്ലതും വിളിച്ചറിഞ്ഞ് നിങ്ങൾ കേട്ടിന കുട്ടികളെ, അമ്മ പറയും. മീൻ്റെ അച്ഛനോടെ കേട്ടില്ല. അപ്പം അപ്പുറത്തെ അമിന വല്ല മീനിൻ്റെ ആരും പറഞ്ഞ് കേട്ടിനോ? ഇല്ല. വെണ്ടയ്ക്ക എന്തെങ്കിലും എടുത്ത് കറി വെച്ചാൽ. നമുക്ക് ഇന്നിപ്പം മീനില്ലാതെ ഇറച്ചില്ലാതെ തിന്നൂല. അങ്ങനെയാണ്. എന്നോടൊരാൾ വലിയ അഭിമാനം പറയാണ്, എൻ്റെ അമ്മ ദാരിദ്ര്യത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മ, ഒരാൾ എന്നോട് പറയും, എൻ്റെ അമ്മ ദാരിദ്ര്യത്തിൽ മരിച്ചുപോയി, ഇന്നത്തെ പോലെ ഇറച്ചി മീനൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു ഉരുളക്ക് 4 കഷ്ണം ഇറച്ചിയെങ്കിലും വേണം, അല്ലാതെ തിന്നാൻ കഴിയില്ല. അഭിമാനം പറയും. ഒരു മൂല്യർ എന്നോട് അഭിമാനം പറയാണ്, ഒരു ഉരുളക്ക് മുമ്പർക്ക് 4 കഷ്ണം ഇറച്ചിയെങ്കിലും വേണം. വലിയൊരു മൂല്യർ, വേളൊക്കെ പറയുന്നത് മൂല്യർ, ഒരു വലിയ മൂല്യർ പറയും. മുമ്പർക്ക് ഒരു ഉരുളക്ക് 4 കഷ്ണം ഇറച്ചിയെങ്കിലും ഇല്ലാതെ പോകൂല. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ മരിച്ചല്ലോ, അൽഹംദുലില്ലാ. എന്നെ പോലത്തെ ആളാണ് എല്ലാവർക്കും മരിച്ചുപോയി, അൽഹംദുലില്ലാ. അപ്പൊ അതൊന്നും വേണ്ട. എന്നും ആണിത്, എന്നും ഈ ഒരു ഉരുളക്ക് 4 ഇറച്ചി കഷ്ണം തിന്നാൽ മര്യാദക്ക് ചവക്കോ? അത് മര്യാദക്ക് അതിൻ്റെ ഡൈജഷൻ കൃത്യമായി നടക്കൂ. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിഡ്ജുള്ളത് കൊണ്ടാണ്. ഫ്രിഡ്ജിൽ നിന്ന് എത്രയും കയറ്റി വെക്കാം. 10 കിലോ, 5 കിലോ, 8 കിലോ, 25 കിലോ അങ്ങോട്ട് കയറ്റി. ഒരു ഉള്ളിയത്തെ കറുത്ത പകുതി മൂരിയും ഫ്രിഡ്ജിൽ. പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് അങ്ങനെ തിന്ന. ആ ഫ്രിഡ്ജ് ഒഴിവാക്കിയ പിന്നെ ഇറച്ചി സൂക്ഷിക്കാൻ വേറൊരു വഴിയുണ്ട്. എന്ത് പറയും? ഉണക്കുക. പഴയ കാലത്ത് ഇറച്ചി ഉണക്കുമല്ലോ. എന്താ അതിൻ്റെ രുചി? എന്താണ് അതിൻ്റെ രുചി? എന്താ അതിൻ്റെ രുചി? എൻ്റെ കുട്ടിക്കാലത്ത് നായാട്ടിന് പോകുമ്പോൾ ബാപ്പ അന്ന് നായാട്ട് നിരോധിച്ചിട്ടില്ല, വേട്ടയാടൻ നിരോധിക്കാത്ത കാലത്ത് എൻ്റെ കുട്ടിക്കാലം വാപ്പ നായാട്ടു. വാപ്പ മൂത്താപ്പ ഇവരൊക്കെ. മൂത്താപ്പാൻ്റെ കല്യാണത്തിന് കാട്ടുപോത്തിൻ്റെ ഇറച്ചിയാന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂത്താപ്പ പെണ്ണെട്ടിയ കല്യാണത്തിന് കാട്ടുപോത്തിൻ്റെ ഇറച്ചിയാണ്. അന്ന് വേട്ടയാടൻ നിരോധിച്ചിട്ടില്ല. നമ്മൾ നിലമ്പൂർക്കാരാണല്ലോ, ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ പോയ സാധനം കൊണ്ടുവരും വരും. എന്നിട്ട് അക്കാലത്തൊക്കെ ബാപ്പയൊക്കെ ചെയ്യുന്നത് ഇത് ഒന്ന് തിളപ്പിക്കും. കുറച്ച് മുളകും മഞ്ഞളും ഇട്ടിട്ട്, മഞ്ഞൾ കൂടുതലിടും, ഒന്നൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം ഉണക്കും. ഇല്ലേ? അങ്ങനെ ഞാൻ തിന്നതാണ്. എന്നിട്ട് വെള്ളക്കൊട്ടയിലാക്കി വെക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക. ഇത് അങ്ങനത്തെ ഇറച്ചി നിൽക്കണം. ഞാൻ തിന്നിക്കണോ? ഞാൻ തിന്നിക്കണം. എന്നെ കണ്ടോളി, ഞാൻ തിന്നിട്ടുണ്ട്. വല്ലക്കൊട്ടയിൽ, വല്ലക്കൊട്ട അറിയാം? വല്ലക്കൊട്ട എന്നറിയാം, മനസ്സിലായില്ല? മുറത്തിൻ്റെ അതായത് മനസ്സിലായില്ല, മുളൻ്റെ കൊട്ടയിടൂ. കൊട്ടയിലാക്കി ആക്കി ഇങ്ങനെ വെക്കും. ഈ ചേവിൻ്റെ അവിടെ തൂക്കും. ചേവ് പറഞ്ഞാൽ
ചൂട് തട്ടുന്ന സ്ഥലത്താണ് ഇത് തൂക്കുക. അപ്പോൾ അതിലെന്ത് അതിൽ എന്താ പറയുക, പിന്നെ ഈ എന്താ പറയുക, ഇത് പൂപ്പോലോ ഒന്നും ബാധിക്കൂല, അങ്ങനെ നിലനിൽക്കും. അതിന് കഷ്ണങ്ങൾ എടുക്കുക, അത്യാവശ്യ സമയത്ത് 1, 2, 3 കഷ്ണം എടുക്കും, അങ്ങനെ സൂക്ഷിക്കാമല്ലോ. ഒരാവശ്യത്തിന് അത് എടുത്ത് സൂക്ഷിക്കും. 1, 2, 3 കഷ്ണം എടുത്തിട്ട് വൃത്തിയാക്കി അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഒരു നഷ്ടമില്ല. അതിൻ്റെ ആ പഴയ മണം എല്ലാം നിലനിൽക്കും. പ്രത്യേകിച്ച് സൗരോർജത്തിലാണ് ഇതിനെ ചൂടാക്കുന്നത്, സൂര്യൻ്റെ താപത്തിലാണത് ഉണക്കണത്. ആ സൂര്യൻ്റെ താപത്തിൽ ഉണക്കുമ്പോൾ അത് നാച്ചുറൽ സിസ്റ്റമാണത്. ഒക്കെ അതിൻ്റെ നാച്ചുറാലിറ്റി നിലനിൽക്കും. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് ഫ്രിഡ്ജാകുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ഇതിന് ഒരുപാട് ഇതിൻ്റെ ഓക്സിഡൈസ്ഡ് പ്രോട്ടീനുകൾ മനുഷ്യൻ്റെ കുടലിലെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കുടലിനുള്ളിൽ ഇൻഫ്ലമേഷൻ വരുത്തും. അതായത് വീക്കങ്ങൾ ഉണ്ടാക്കും, കുടലിൽ നീർക്കെട്ട് വരുത്തും. അത് പിന്നീട് ചിലപ്പോൾ അത് ക്യാൻസറിന് പോലും കാരണമാകും. ഓക്സിഡേഷൻ സംഭവിക്കുക, അതായത് ഭക്ഷണം പാകം ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിലെ പ്രോട്ടീനുകൾ വായുവിലെ ഓക്സിജൻ, വെളിച്ചം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതായത് ഭക്ഷണം പാകം ചെയ്ത ശേഷം ഈ ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ പറയുന്നത്. ഭക്ഷണം പാകം ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിലെ പ്രോട്ടീനുകൾ വായുവിലെ ഓക്സിജൻ, വെളിച്ചം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ പ്രക്രിയയാണ് പ്രോട്ടീൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ പ്രോട്ടീൻ്റെ സ്വാഭാവികമായ അമിനോ ആസിഡ് ഘടന തകരുകയും, അതായത് അതിൻ്റെ അമിനോ ആസിഡ് ഘടന തകരും പ്രോട്ടീൻ്റെ. പിന്നെ എന്താ ഉണ്ടാവുക? കാർബോണിൽ പോലെയുള്ള ഹാനികരമായ ചില ചേരുവകൾ ഈ ഭക്ഷണത്തിലേക്ക് ചേരുകയും ചെയ്യും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന്. അത് മനുഷ്യന് ശാരീരികം. ഉദാഹരണം, അതിൻ്റെ അമിനോ ആസിഡ് നഷ്ടപ്പെട്ടു, പ്രോട്ടീനിലെ അമിനോ ആസിഡ് നഷ്ടപ്പെട്ടിട്ട് പകരം എന്താണ് അവിടെ ഉണ്ടാവുക? കാർബോണിൽ പോലെയുള്ള വിനാശകരമായ ചില വാതകങ്ങളെ അത് സ്വയം സ്വീകരിക്കും. പിന്നെ എന്താ പറയുക, കാർബോണിൽ പോലെയുള്ള പദാർത്ഥങ്ങൾ ഈ ഭക്ഷണത്തിലേക്ക് കയറി വരും. ഇത് ഒരുപാട് പ്രശ്നമുണ്ട്. ഇതാണ് ചോറ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനമാണ് ചോറ്. അതേപോലെ തന്നെ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, ഗോതമ്പിൻ്റെ ചോറോ ചപ്പാത്തിയോ അതൊക്കെ എന്താ പറയുക, ഇതിൽ സൂക്ഷിക്കുമ്പോൾ എഫക്ട്സ് ഓഫ് റെഫ്രിജറേഷൻ ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻ ഓക്സിഡേഷൻ എന്ന പഠനം, ഇത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ജേണൽ, ലോകപ്രശസ്തമായ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ജേണൽ പ്രസിദ്ധീകരിച്ച എഫക്ട്സ് ഓഫ് റെഫ്രിജറേഷൻ ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻ ഓക്സിഡേഷൻ എന്ന പഠനമാണ്. എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കൂ. ചോറ്, ചപ്പാത്തി, ബ്രെഡ് എന്നിവ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സമയത്തിനനുസരിച്ച് അതിലെ പ്രോട്ടീൻ ഓക്സിഡേഷൻ വളരെ ശക്തമാവും. ഈ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ പ്രോട്ടീനുകൾ കുടലിലെത്തുമ്പോൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ബിഫിഡോബാക്ടീരിയം പോലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ എണ്ണം വൻതോതിൽ കുറയും. അതായത് ഈ പ്രോട്ടീൻ്റെ ഉള്ളിലുള്ള ശരീരത്തിന് ഗുണകരമായ ബിഫിഡോബാക്ടീരിയം പോലെയുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ എണ്ണം വൻതോതിൽ കുറയും. അതേസമയത്തിന് ശരീരത്തിന് ഹാനികരമായ ബാക്ടീരിയകളെ ഇത് വല്ലാതെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഈ ഓക്സിഡേഷൻ വഴി. ഇത് കുടലിലെത്തിക്കഴിഞ്ഞാൽ വിട്ടുമാറാത്ത പുണ്ണ്, വീക്കം. ഇപ്പം പുണ്ണ് സർവ്വസാധാരണയായി നമ്മളെ നാട്ടിലുള്ളതാ പുണ്ണ്, എല്ലാവർക്കും പുണ്ണ്. ഇത് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പം പുണ്ണ് സാധാരണയായി ആളുകൾക്ക് പുണ്ണ് വരിക എന്തുകൊണ്ടാണ്? കുടലിൻ്റെ ശക്തി ക്ഷയിച്ചു, നീ ക്ഷയിപ്പിച്ചു. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പുണ്ണിനുള്ള ഗുളിക വാങ്ങി കുടിക്കും. അത് അടുത്തൊരു കെമിക്കലാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ വഴി ഇത് പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. ഫ്രണ്ടിയേഴ്സ് ഇൻ ന്യൂട്രീഷൻ ജേണൽ പ്രസിദ്ധീകരിച്ച ഡയറ്ററി ഓക്സിഡൈസ്ഡ് ബീഫ് പ്രോട്ടീൻ ആൾട്ടേഴ്സ് ഗട്ട് മൈക്രോബയോട്ട എന്ന പഠനം. എന്താണ് ആ പഠനത്തിൽ പറയുന്നത്? ഫ്രിഡ്ജിൽ വെച്ചതും ഓക്സിഡേഷൻ സംഭവിച്ചതുമായ മാംസ്യ പ്രോട്ടീനുകൾ ദഹിക്കാൻ വളരെ പ്രയാസമാണ്.
ശ്രദ്ധിക്കുക, മത്സ്യമാംസാദി ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് പുറത്തെടുത്ത് ചൂടാക്കുമ്പോൾ ദഹിക്കാൻ വളരെ പ്രയാസമാണ്. ഇത് ശരിയായി ദഹിക്കാതെ വൻകുടലിൽ എത്തുമ്പോൾ അവിടെ അതിന് എന്താ പറയുക, ഫെർമെൻറ്റേഷൻ സംഭവിക്കും. ഫെർമെൻറ്റേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഴുകൽ, അതായത് ഡൈജഷൻ കൃത്യമാവാതെ അതവിടെ അഴുകിക്കിടക്കും. നമ്മുടെ കുടലിലുള്ള എൻസൈമുകൾക്ക് ഇതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? ഈ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ഉള്ളിലുള്ള ചില എൻസൈമുകൾ, എൻസൈമുകളുടെ കരുത്ത് കൊണ്ടാണ് എന്ത് നടക്കുക? ദഹനം നടക്കുക. അതേ സമയത്ത് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയ മാംസം, ഇതിനെ ദഹിപ്പിക്കാനുള്ള എൻസൈമുകൾ നമ്മുടെ കുടലിന് ഇല്ല. അതുകൊണ്ട് അതവിടെ എന്താ പറയുക, അഴുകിക്കിടക്കും. ഫ്രിഡ്ജിൽ നിന്ന് രണ്ടാമത് ചൂടാക്കുമ്പോൾ വളരെ ലോകപ്രശസ്തമായ പഠനങ്ങളാണ്. ഫെർമെൻറ്റേഷൻ സംഭവിക്കും, അതായത് ഒരു തരം അഴുകൽ. ഇത് കുടലിൻ്റെ ഭിത്തികളെ സംരക്ഷിക്കുന്ന പാളികളെ തകർക്കുകയും LPS, TLR4, NTKB എന്നീ പ്രൊഫഷണൽ ഇൻഫ്ലമേറ്ററി പാത്വേ സജീവമാക്കുകയും ഇത് കുടലിൽ കടുത്ത നീർവീക്കത്തിനും കോശനഷ്ടത്തിനും കാരണമാവുകയും ചെയ്യും. ഇതിൽ നിന്ന് പിന്നീട് വലിയ രോഗങ്ങളുണ്ടാവും, ക്യാൻസർ അടക്കം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമായ സത്യങ്ങളാണ്. മാത്രമല്ല ദഹനക്കേടുണ്ടാവും. ഓക്സിഡേഷൻ സംഭവിച്ച പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിലെ ദഹനരസങ്ങൾക്ക് സാധിക്കില്ല. ഇത് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവ ഉണ്ടാക്കും. ഇപ്പം മലബന്ധം പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇപ്പം മലബന്ധമാണ്, മര്യാദയ്ക്ക് മലം പോവില്ല. ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ പണ്ടന്നെ നമ്മളെ നാട്ടിൽ പറയുന്നൊരു വർത്തമാനമാണ്, ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ മര്യാദയ്ക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? എന്താ അതിന് കാരണം? പല അനാവശ്യ ചേരുവകളും കൂട്ടും. ഓർമ്മ, ചോറും കൂട്ടാനും പെട്ടെന്ന് മടുക്കാൻ വേണ്ടിയിട്ടുള്ള അന്ന് പറഞ്ഞിരുന്നതാണ്. എനിക്കതിനെപ്പറ്റി അത്ര അറിയില്ല. ഹോട്ടലിലെ ചോറ് തിന്ന വേഗം മടുക്കുന്നറിയും. അതായത് ഒരു ചോറിന് അക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു ചോറ്, ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ചോറ് 20 റുപ്യ, ഒരു ചോറിന് 15 റുപ്യ 20 റുപ്യൊക്കെയാണ്. അതൊരു ചോറ് ഒരാൾക്ക് ആവശ്യമായ അത്ര കഴിക്കാം. അതിനാണ് 15 റുപ്യ 20 റുപ്യ. അപ്പോൾ പറയും ആളുകൾക്ക് മടുക്കാൻ വേണ്ടിയിട്ട് ചില കാരം കൂട്ടിയിടുന്നതാണ്. അത് ഉണ്ടാകിയിരിക്കാം, അങ്ങനെയാണല്ലോ. കാരണം പ്രത്യേകിച്ച് ദാരിദ്ര്യമുള്ള കാലഘട്ടം തിന്നാൻ മനുഷ്യന്മാർ തിന്നുപോലും. അപ്പം അങ്ങനത്തെ ചില രാസപദാർത്ഥങ്ങൾ അവരതിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പം ഏതുപോലെ ഇപ്പം സാധാരണ പറയുന്നത്, പറച്ചിൽ കേൾക്കുന്നതാണ്, പിന്നെ പോത്ത്, മൂരി എന്നിവയെ അറക്കുന്നതിന് മുമ്പ് ചില പ്രത്യേകമായ രസപദാർത്ഥങ്ങൾ, കെമിക്കലുകൾ അതിനെ കുടിപ്പിക്കും. എന്നാൽ അറുത്ത് കഴിഞ്ഞാൽ വല്ലാതെ ചോര പുറത്തു പോകില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട്. അപ്പം പറ്റ നുണയൊന്നാവാൻ സാധ്യതയില്ല. മനസ്സിലായില്ല? അത് ഉണ്ട് താനും. പണ്ടത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇറച്ചിയിൽ എന്ത് നിൽക്കുന്നുണ്ട്? ചോര. അതാ ശരീരത്തിലെത്തിയ വളരെ വലിയ ദോഷങ്ങളുണ്ടാക്കും. ആ ചോര പൂർണ്ണമായി പോകണം. അപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ? ഈ രാസപദാർത്ഥങ്ങൾ ഇട്ടിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്യുക. ആ രാസപദാർത്ഥങ്ങളാണ് ഈ ദഹനക്കേട് ഉണ്ടാക്കുന്നത്. ഈ രാസപ്രവർത്തനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കും. ഓക്സിഡേഷൻ സംഭവിച്ചാൽ പ്രോട്ടീൻ്റെ ഘടന തന്നെ മാറും. അപ്പം അതിലുള്ള ഗുണവത്തായ സാധനങ്ങൾ നഷ്ടപ്പെടുകയും വിനാശകരമായ ഒരുപാട് പദാർത്ഥങ്ങൾ അതിലേക്ക് പുതിയതായി ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, ഡൈജഷൻ സംഭവിക്കുന്ന എൻസൈമുകൾക്ക് ഇതിനെ ദഹിപ്പിക്കാനുള്ള കരുത്ത് ഉണ്ടാകൂല. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കും? അഴുകും. ഇത് നീർവീക്കത്തിന് കാരണമാകും. ഇത്തരം കെട്ടിക്കിടക്കലുകൾ കുടലിലെ കുടൽ പുണ്ണ്, പിന്നെ അതെന്തായി മാറും? അൾസറാവും. ചിലപ്പോൾ അത് എന്തായി മാറും? ക്യാൻസറാവും. ഇതൊക്കെ സർവ്വസാധാരണയാണ്. കുടൽ ക്യാൻസറൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. അൾസർ സർവ്വസാധാരണയാണ് നമ്മുടെ ഇടയിൽ. ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഫ്രിഡ്ജാണ്. ഇത് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവയുണ്ടാക്കും. കുടലിലെ ബാക്ടീരിയയുടെ അസന്തുലിതാവസ്ഥ ദഹിക്കാത്ത പ്രോട്ടീൻ കുടലിൽ കിടന്ന് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂസോബാക്ടീരിയം
സുത്തരല്ല തുടങ്ങിയ ചീത്ത ബാക്ടീരിയകൾ വളരുകയും നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ചെയ്യും. ഫ്യൂസോ ബാക്ടീരിയയും അതൊരു ആവശ്യമില്ലാത്ത ഒരു ബാക്ടീരിയയാണ്. അതേപോലെ തന്നെ സുറ്ററല്ല, ഇതൊക്കെ ചീത്ത ബാക്ടീരിയകളാണ്. ഇത് വളരുകയും നല്ല ബാക്ടീരിയകൾ ഓക്സിഡേഷൻ സംഭവിച്ച പ്രോട്ടീനുകൾ വയറ്റിലെത്തുമ്പോൾ കുടലിൽ ഇങ്ങനെ നല്ല പ്രോട്ടീൻ ബാക്ടീരിയകൾ ഇല്ലാതെയാകും. ആവശ്യമില്ലാത്ത വിനാശകാരിയായ ബാക്ടീരിയകൾ ഈ ഭക്ഷണത്തിൽ നിന്ന് ഈ കുടലിൽ വളരുകയും ചെയ്യും. ഈ ബാക്ടീരിയകളുടെ വ്യത്യാസം കുടലിൻ്റെ ഭിത്തികളിൽ മുറിവുകളും വീക്കവും ഉണ്ടാക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസറിന് പോലും കാരണമായേക്കാം എന്ന കണ്ടെത്തൽ. ഇതൊക്കെ വളരെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന പഠന റിപ്പോർട്ട് 2022 പുറത്തുവിട്ട പഠന റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. ഭക്ഷണം ദീർഘനേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പ്രോട്ടീൻ അഗ്രിഗേഷൻ, ലിപ്പിഡ് ഓക്സിഡേഷൻ കൂടാതെ അമിനോ ആസിഡുകളിലെ മാറ്റങ്ങൾ എന്നിവ വഴി ഭക്ഷണത്തിൻ്റെ രാസഘടനയിൽ ഗുണകരമായ ശോഷണം വരുത്തുമെന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഈ പഠനം. അതായത് ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻ അഗ്രിഗേഷൻ, ലിപ്പിഡ് ഓക്സിഡേഷൻ കൂടാതെ അമിനോ ആസിഡുകളുടെ മാറ്റങ്ങൾ എന്നിവ വഴി ഭക്ഷണത്തിൻ്റെ രാസഘടനയിൽ ഗുണകരമായ ശോഷണം വരുത്തുമെന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കണ്ടെത്തി 2022. അതിൻ്റെ വിശദീകരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പുറത്തു വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നത്. അതിൻ്റെ ഗുണവും അതിൻ്റെ തനതായ സ്വാദവും സുഗന്ധവും നൽകുന്നത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഈ തന്മാത്രകൾ വളരെ വേഗത്തിൽ വായുവിൽ കലരുന്നവരാണ്. ഫ്രിഡ്ജിനുള്ളിലെ വായുസഞ്ചാരവും കുറഞ്ഞ താപനിലയും കാരണം ഈ സുഗന്ധ തന്മാത്രകൾ ഭക്ഷണത്തിൽ നിന്ന് വേർപെട്ട് ബാഷ്പീകരിച്ചു പോകും. സത്യമാണത്. ഈ ശാസ്ത്രം ഇങ്ങനെ പറയാൻ നമ്മുടെ നാടൻ പെണ്ണുങ്ങൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അനുഭവം കൃത്യമാണ്. അതായത് ഭക്ഷണം ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ അതിന് സുഗന്ധം ഉണ്ടാവും, തിരിച്ചെടുക്കുമ്പോൾ ആ സുഗന്ധം ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോഷകം. ഈ സുഗന്ധ തന്മാത്രകൾ ഭക്ഷണത്തിൽ നിന്ന് വേർപെട്ട് ബാഷ്പീകരിച്ചു പോകും. എവിടെ വെച്ച്? ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച്. അതിനാൽ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം പിന്നീട് എടുക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ രുചിയും മണവും നഷ്ടപ്പെട്ട് വെറും ജീവനില്ലാത്ത ചവറായി മാറുന്നു. അതാണ് ഡെഡ് ഫുഡ്. അതായത് ഭക്ഷണം അവിടെ വെച്ച് ഡെഡ് ഫുഡ്. ഈ ഡെഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാവും? ഫ്രിഡ്ജ് വീട്ടിൽ വെച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും, ഉറപ്പ്. അത് വിചാരിച്ചാൽ മാറ്റാൻ കഴിയും. ഞാനൊരു കാര്യം, ഒരു പരീക്ഷണത്തിൽ നോക്കി നിങ്ങൾ ഒരു ഫ്രിഡ്ജ് മാറ്റിവെക്കാം. ഒരു മാസം ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയായി അതിൻ്റെ ഒക്കെ ഒഴിവായി അവിടെ മാറ്റിച്ചാൽ, എന്നിട്ട് നമ്മൾ കുടുംബയോഗം കൂടിയിട്ട് എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയാണ് തീരുമാനം ഉണ്ടാക്കുക. ആവശ്യത്തിന് ഇറച്ചി വാങ്ങുള്ളൂ. ഇപ്പോൾ ആഴ്ചയിൽ ഇറച്ചി വാങ്ങി, പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ ആയാൽ തന്നെ നല്ലൊരു ശതമാനം രോഗം ഇല്ലാതെയാവും. നമ്മൾ നാച്ചുറൽ ഫുഡാണ് കഴിക്കുന്നത്. മറ്റേ നിങ്ങൾ എത്ര ഇപ്പം എല്ലാവരും പറയാം നമ്മൾ പ്രകൃതി ചികിത്സ നടത്തണം. അങ്ങനെ പ്രകൃതി ചികിത്സ നടത്തിയിട്ട് കാര്യം എന്താ? അതിൻ്റെ പരിത ഭക്ഷണം ഫ്രിഡ്ജിൽ തന്നെ. പിന്നെ എങ്ങനെ നമുക്ക് ഭക്ഷണം നന്നാവുക? ഫ്രിഡ്ജിലെ ഭക്ഷണം ചത്തതാണ്. ഫ്രിഡ്ജിൽ എന്ത് വെച്ചാലും ചത്തു. അങ്ങനെ നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടു. കേംബ്രിഡ്ജിൻ്റെ പഠന റിപ്പോർട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. ഫ്രിഡ്ജിനുള്ളിലെ വായു എപ്പോഴും അതീവ വരണ്ടതാണ്, ലോ ഹ്യൂമിഡിറ്റി. തണുപ്പ് നിലനിർത്താനായി ഫ്രിഡ്ജ് എന്ത് ചെയ്യും? മനസ്സിലായില്ല. അതാണ് നമ്മൾ പുറത്തെ ഹ്യൂമിഡിറ്റിയും അകത്തെ ഹ്യൂമിഡിറ്റിയും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈർപ്പം വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും ഫ്രിഡ്ജ് തണുപ്പ് നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഉള്ളിലുള്ള തണുപ്പ് മുഴുവനും ഇതിൻ്റെ ശീതളമായ സാധനങ്ങൾ മുഴുവൻ മോയിസ്ചർ മൊത്തം ആര് വലിക്കും? ഫ്രിഡ്ജ് വലിക്കും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ വായു എപ്പോഴും അതീവ വരണ്ടതാണ്. തണുപ്പ് നിലനിർത്താനായി ഫ്രിഡ്ജ് നിരന്തരം ഉള്ളിലെ ഈർപ്പത്തെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. തുറന്നു വെച്ചതോ ആയ ഭക്ഷണ പദാർത്ഥം സ്വാഭാവികമായ ജലാംശം ഫ്രിഡ്ജ് പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. ഇതിനെയാണ് ഭക്ഷണത്തിലെ നിർജ്ജലീകരണം എന്ന് പറയുന്നത്.
പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ആ കൊഴുപ്പോ എന്താ പറയുക, ഇതൊന്നും അതിൻ്റെ മോയിസ്ചർ, അടിസ്ഥാനപരമായ മോയിസ്ചർ ഒരിക്കലും അതിലുണ്ടാവില്ല. ഇപ്രകാരം ഈർപ്പം നഷ്ടപ്പെട്ട ആഹാരം നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും കട്ടിയുള്ളതാവുകയും ഒരു പ്ലാസ്റ്റിക് പരുവം കൈവരിക്കുകയും ചെയ്യുന്നു. അത് ഉറപ്പാണ്. അതായത് ഭക്ഷണം, ഒരു ഇറച്ചി പാകം ചെയ്ത ഉടനെ നിങ്ങളത് പാകം ചെയ്ത് വെച്ചു, എന്നിട്ട് നിങ്ങൾ അതിൽ കഷ്ണം എടുത്ത് ചവച്ച് നോക്കൂ. വളരെ പെട്ടെന്ന് ചവക്കാൻ കഴിയും. അത് വയറ്റിൽ തന്നെ വേഗം ദഹിക്കുകയും ചെയ്യും. ഒരു ഇളം ചൂടിൽ അത് വേഗം ദഹിക്കും. ശരി, ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തിറക്കുമ്പോൾ, മനസ്സിലായോ പറഞ്ഞത്? അത് വരണ്ട ഇറച്ചിയാണ്. ഇനി ആ ഇറച്ചിയെ ചൂടാക്കിയാലും അത് കട്ടി കൂടും. അതിനെ ശരിക്ക് ചവക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു പ്ലാസ്റ്റിക് പരുവമാകും എന്നാണ് കേംബ്രിഡ്ജിൻ്റെ പഠനം. കറക്റ്റ്. ഒരു പ്ലാസ്റ്റിക് നിങ്ങൾ ചവച്ചാൽ അത് അല്ലയോ? പറ. ഫ്രിഡ്ജിൽ വെച്ച മീറ്റ്, മനസ്സിലാണ്ട് പറഞ്ഞത്? ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഭക്ഷണം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ച് ആ എടുത്തിട്ട് പിന്നെ അതൊന്നൊരല്പം ചൂടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വായിലിട്ടാൽ അത് പൂർണ്ണമായി ചവച്ചരക്കാൻ നമ്മളെ പല്ലുകൾക്ക് കഴിയില്ല. കാരണം കടുപ്പം കൂടുകയാണ്. അപ്പോൾ ഫുഡ് ഇറച്ചി വേവിച്ചെടുക്കുക, നേരിയ ചൂടിൽ കഴിക്കുക. എന്നാൽ നേരിയ ചൂടുണ്ടാവുമ്പോൾ പെട്ടെന്ന് എന്താവും, അത് നാവിലലിയും, പെട്ടെന്ന് ഡൈജഷൻ സംഭവിക്കും. അതിൻ്റെ എൻസൈമുകൾ, അതിന് ആവശ്യമായ എൻസൈമുകളൊക്കെ ബോഡിയിൽ കിട്ടും. മറ്റതൊന്നും കിട്ടൂല എന്ന് മാത്രമല്ല, കുടലിൽ പിന്നെ അത് ചവറായി കിടക്കും. അത് പറഞ്ഞാൽ മനസ്സിലാവും. ഇത്തരം ഇറച്ചി കുടലിൽ ചവറായി കിടക്കുക ചെയ്യുക. എന്തിനാണ് നമ്മളെ ഭർത്താവിനെയും നമ്മളെ മക്കളെയും നമ്മൾ കൊല്ലുന്ന ഈ ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ചിട്ട്? സൗകര്യത്തിനല്ലേ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. സത്യത്തിൽ നീ അവരെ കൊല്ലല്ലേ ചെയ്യുന്നത്? നീയോ ചാകുക, അവരെയും കൊല്ലുക. ഭർത്താവിന് ഈ ഫ്രിഡ്ജിലെ ഭക്ഷണം കൊടുത്തിട്ട് അവനെ കൊല്ലുക. ഡേറ്റ് ആകുമ്പോഴേ മരിക്കുള്ളൂ, പക്ഷേ മൂലൊക്കെ കിടക്കും. ഈർപ്പം നഷ്ടപ്പെട്ട ആഹാരം നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും കട്ടിയുള്ളതാവുകയും ഒരു പ്ലാസ്റ്റിക് പരുവം കൈവരിക്കുകയും ചെയ്യും. ഇത് ചവച്ചരക്കാനും വയറിന് ദഹിപ്പിക്കാനും വളരെ പ്രയാസമാണ്, അതീവ പ്രയാസമാണ്. അത് പൂർണ്ണമായി ചവച്ചരക്കാനും കഴിയില്ല, പൂർണ്ണമായും ഡൈജഷനും കൃത്യമാവില്ല. അതവിടെ കിടക്കും. അത് പിന്നെ നമുക്ക് വളരെ ദോഷം ചെയ്യും. അതവിടെ കിടക്കുന്നത് തന്നെ നമ്മുടെ കുടലിനെ നശിപ്പിക്കും. വളരെ വലിയ ദുരന്തമാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജം തണുക്കുമ്പോൾ അവയുടെ തന്മാത്രകൾ ഒന്നിനൊന്നിനും ഒട്ടിപ്പിടിച്ച് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് പറയും. അത് ഒട്ടിപ്പിടിച്ച അന്നജം. അതായത് നിങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ മണി വേറിട്ട് നിൽക്കുന്ന ചോറ് ഫ്രിഡ്ജിൽ നിറക്കുമ്പോൾ എന്താണ്? ഒട്ടിപ്പിടിച്ച റെസിസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് പറയും. അതായത് ഒട്ടിപ്പിടിക്കുക. സത്യാണോ അല്ലേ? പറ. ഒന്നിനൊന്ന് വേർപെട്ട് കിട്ടുന്ന എന്ത്? ഈ അന്നം, ഈ ചോറിൻ്റെ മണികൾ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കുറച്ച് സമയമാകുമ്പോൾ എന്താവും? ഇത് ഒട്ടിപ്പിടിക്കും. അതിൻ്റെ ഉള്ളിൽ വീർപ്പം മുഴുവനും ആര് വലിക്കും? ഫ്രിഡ്ജ് വലിക്കും. അത് ഒട്ടിപ്പിടിക്കും. മനസ്സിലാണോ പറയും? ഇത് വളരെ വലിയ ദോഷം ചെയ്യും. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജം തണുക്കുമ്പോൾ അവയുടെ തന്മാത്രകൾ ഒന്നിനൊന്നോട് ഒട്ടിപ്പിടിച്ച് റെസിസ്റ്റന്റ് സ്റ്റാർച്ചായി മാറും. അതേസമയം പ്രോട്ടീനുകളോ ഓക്സിഡേഷന് വിധേയമാവുകയും ചെയ്യും. ഈ ഇരട്ട രാസമാറ്റങ്ങൾ കാരണം കുടലിലെ ദഹനരസങ്ങൾക്ക് ഈ ഭക്ഷണത്തെ പൂർണ്ണമായി അലിയിക്കാൻ സാധിക്കാതെ വരും. ഇത് ദഹിക്കാത്ത ആഹാരമായി വയറ്റിൽ കിടന്ന് പുളിക്കാനും, ആ പുളിപ്പാണ് ഞാൻ ഫെർമെൻറ്റേഷൻ എന്ന് നേരത്തെ പറഞ്ഞത്. ഗ്യാസ്, ആസിഡിറ്റി, അത് നാളെ ക്യാൻസറിന് വരെ, കുടൽ പുണ്ണ്, അൾസർ, ക്യാൻസർ പോലത്തൊക്കെ ഉണ്ടാക്കും. നമ്മൾ പഴയ കാലത്തെ പറഞ്ഞിരുന്നു. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ തിരൂരിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ 10 വർഷത്തിന് ശേഷം
അയാൾക്ക് അൾസർ സംഭവിച്ചു. അങ്ങനെ അൾസറിന് ചികിത്സിച്ചപ്പം ആ കുടുംബമൊക്കെ പറഞ്ഞു ഈ 10 വർഷവും ഇയാൾ ഹോട്ടൽ ഭക്ഷണം കഴിച്ച്. മനസ്സിലായില്ല? ഈ ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴയത് പിന്നെ എന്താക്കും, ചൂടാക്കി കഴിക്കും. ഇന്നത്തെ അത്ര ഫ്രിഡ്ജൊന്നും അക്കാലത്തില്ല. ഫ്രിഡ്ജ് സത്യത്തിൽ ആദ്യമായി ഹോട്ടലിലേക്കാണ് വരുന്നത്, വീടുകളിലേക്ക് വരുന്ന ഒരു ദുരഭിമാനമായിട്ടാണ്. ഇന്നിപ്പോൾ അതെല്ലാ വീടുകളിലും നശിപ്പിച്ചു. അടുക്കളയെ ഫ്രിഡ്ജ് നശിപ്പിച്ചു. മാത്രമല്ല ഫ്രിഡ്ജില്ല വീട്ടിൽ വേസ്റ്റ് കൂടും. ഫ്രിഡ്ജില്ലാത്ത വീട്ടിൽ ആവശ്യത്തിന് സാധനം വാങ്ങുള്ളൂ, വേസ്റ്റ് തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഫ്രിഡ്ജ് വേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിനെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വേസ്റ്റ് കുറയും. കണ്ടത് മുഴുവനും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും. പിന്നെ കുറേ കഴിക്കും, കുറേ കഴിക്കൂല, പിന്നെ കയറ്റി വെക്കും. പിന്നെ മനസ്സിലായില്ല, ഇപ്പം നമ്മൾ ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചത് മുഴുവനും കൂടി പിന്നെ തിരിച്ചെടുത്താൽ കഴിക്കൂല. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, പുറത്തേക്ക് തട്ടും. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ വേസ്റ്റ് കൂടും. ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമ്പ്രദായം ഇപ്പോൾ വീട്ടിലില്ലാതായത് എന്തു മുതലാണ്? ഫ്രിഡ്ജ് വന്നത് മുതൽ. അപ്പോൾ വേസ്റ്റ് കൂടിയിട്ടുണ്ട് വീട്ടിൽ. എത്ര ഭക്ഷണം പുറത്തേക്ക് തട്ടും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കൂലല്ലോ. മനസ്സിലായോ? ഒന്ന് ഫ്രിഡ്ജിന് ഒന്ന് ഇറക്കി താഴെ വെച്ചിട്ട് കയറ്റാൻ ഒരല്പം നേരം വൈകിയാൽ അഴുകും. അപ്പം അതും വേസ്റ്റ് ആവും. ആവശ്യമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കും. അതിൻ്റെ പുറത്തെ കുടൽപ്പുണ്ണ് പോലത്തെ ഈ ഓക്സിഡേഷൻ വഴി കുടൽപ്പുണ്ണ് പോലത്തെ അത് വേറെ ഉണ്ടാക്കും. അപ്പം ഇത് ഇങ്ങനെ ചുരുക്കത്തിൽ ഫ്രിഡ്ജ് ഭക്ഷണത്തെ അഴുകിപ്പോകാതെ ബാഹ്യമായി, ഓക്സ്ഫോർഡിൻ്റെ പഠനത്തിൻ്റെ ലാസ്റ്റ്, അവർ ആ പഠനത്തിൻ്റെ ലാസ്റ്റാണ്, ഫ്രിഡ്ജ് ഭക്ഷണത്തെ അഴുകിപ്പോകാതെ ബാഹ്യമായി സംരക്ഷിക്കുമെങ്കിലും ആന്തരികമായി അതിനെ പോഷക ഗുണമില്ലാത്ത, ദഹിക്കാൻ പ്രയാസമുള്ള ഒരു വസ്തു ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ഓക്സ്ഫോർഡിൻ്റെ പഠനം. കഴിഞ്ഞ വർഷം 2022 പുറത്തിറക്കിയ പഠനം. ഫ്രിഡ്ജ് ഭക്ഷണത്തെ അഴുകിപ്പോകാതെ ബാഹ്യമായി സംരക്ഷിക്കുമെങ്കിലും ആന്തരികമായി ഫ്രിഡ്ജ് ഭക്ഷണ പദാർത്ഥത്തെ പോഷക ഗുണമില്ലാത്ത, ദഹിക്കാൻ പ്രയാസമുള്ള ഒരു വസ്തുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഭാരതീയ ആചാര്യന്മാർ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രാണൻ നഷ്ടപ്പെട്ട ഭക്ഷണം അഥവാ ഡെഡ് ഫുഡ്. ഈ ഡെഡ് ഫുഡാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഡെഡ് ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായി ഇതെന്നും ഡെഡ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ആഴ്ച കഴിച്ച ഭക്ഷണത്തിന് പറ്റി ഓർത്ത് നോക്കി. നിങ്ങൾ വേവിച്ച ഉടനെ കഴിച്ച ഭക്ഷണം വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് പുരയിലാണെങ്കിൽ ഉണ്ടാവില്ല. ദാറു ഖുറാനിൽ ഓക്കെ. എന്തുകൊണ്ട്? ഇവിടെ മനസ്സിലായില്ല, ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല ഇവിടെ അല്ലേ? അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഒരളവോളം ചിലപ്പോൾ ഈ രാത്രിക്കുള്ള പ്രശ്നമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഡെഡ് ഫുഡെല്ലാം എന്താ കഴിക്കണം? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുക? ഡെഡ് ഫുഡ് മാത്രം അപ്പം പുരയിലുള്ളത്. സത്യത്തിൽ നാച്ചുറൽ ഫുഡായിരുന്നു ഏത് കാലത്തും പുരയിലുണ്ടായിരുന്നത്. ഹോട്ടൽ ഭക്ഷണം മാത്രമാണ് ഡെഡ് ഫുഡ്. ഇപ്പോൾ ഹോട്ടലിനേക്കാൾ മോശം ഡെഡ് ഫുഡ് എവിടെയാണുള്ളത്? പുരയിൽ. അപ്പോൾ ചുരുക്കത്തിൽ അപ്പോൾ എന്ത് ചെയ്യുക? ഫ്രിഡ്ജ് മാറ്റി വെക്കുക.